ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ. അപ്പോൾ ഒന്ന് ലാലേട്ടൻ വന്ന ദിവസമാണ് 41 ദിവസത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. മത്സരത്തിൻ്റെ ആവശ്യം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ ബിഗ് ബോസ് വീട് കടന്നു പോകുന്നു. നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നേരെ അകത്തേക്ക് പോകുന്നു. ഈ സമയം ഓഡിയൻസ് എല്ലാം കൈയടിക്കുന്നുണ്ട്. ലാലേട്ടനെ കണ്ട സന്തോഷമാണ് എല്ലാവരുടെ മുഖത്തും. അങ്ങനെ ലാലേട്ടൻ നേരെ അകത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഹൗസിലുള്ള 19 പേര് എണീറ്റ് നിന്ന് ലാലേട്ടനെ കണ്ട സന്തോഷത്തിൽ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ തിരിച്ചും വിഷ് ചെയ്തു. പക്ഷേ നമ്മുടെ നന്ദനക്കുട്ടിക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദന താങ്ക് യു ലാലേട്ടൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇൻസിഡൻറ്റ് ജാനുമണി വിളിച്ചുകൊണ്ടൊക്കെ പോയി കേക്ക് കെട്ടിയതില്ലേ, ആ സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ആ സമയത്ത് ജാസ്മിൻ എണീറ്റ് നിന്നിട്ട്, സാർ എൻ്റെ അനുജൻ്റെയും ബർത്ത്ഡേ ആണ്, പൊന്നൂനും കൂടി ഒന്ന് വിഷ് ചെയ്യണം സാർ എന്ന രീതിയിൽ. അപ്പോൾ ജാസ്മിൻ്റെ അനുജന് ലാലേട്ടൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ ഒരു കഥ പറഞ്ഞു. എന്താണെന്നറിയാവോ? മരത്തിൻ്റെ കൊമ്പ് വെട്ടുന്ന കഥ. നിങ്ങൾക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പവർ ടീം കേട്ടിട്ടുണ്ടോ ഈ കഥ? മരത്തിൻ്റെ കൊമ്പിൽ കയറിയിരുന്നിട്ട് ആ കൊമ്പ് തന്നെ മുറിക്കുന്ന കഥ. എന്താണ് നിങ്ങൾ ചെയ്തത്? ബിഗ് ബോസിൽ നിങ്ങൾ കളിപ്പിക്കാൻ നോക്കിയാണ്. അപ്പോൾ ഇല്ല സാർ എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ഡൺ റൂമിൽ ലോക്ക് ചെയ്ത് അതും ഓക്കെ, അതൊരു ക്രിയേറ്റിവിറ്റി പണിഷ്മെൻറ്റാണ്, അതും ഓക്കെ. പക്ഷേ ഈ രണ്ടാമത്തെ ഐഡിയ ആരാണ് തന്നത്? അപ്പം നമ്മുടെ ശരണ്യയെടുത്തും അതുപോലെ ഋഷിയെടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ സാർ നമ്മളിങ്ങനെ ചെയ്തതാണെന്നൊക്കെ രീതിയിൽ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഒരിക്കലും കളിപ്പിക്കാൻ നോക്കരുതെന്ന രീതിയിൽ ലാലേട്ടൻ ഒരു ചെറിയൊരു വാണിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ പറയുന്നുണ്ട് ക്രിയേറ്റിവിറ്റി പണിഷ്മെൻറ്റ് കൊള്ളാം. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്, എവിടെ നമ്മുടെ നന്ദിനിക്കുട്ടി എവിടെ എന്ന രീതിയിൽ. അപ്പം നോറ എണീറ്റ് നിൽക്കാൻ കേട്ടോ. അപ്പം നോറയോട് ചോദിക്കുന്നു, നോറ ആദ്യം ആ ടാസ്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, രേവതി അറിയില്ല എന്ന് പറഞ്ഞു. അതേ സാർ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് സാർ, എനിക്ക് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇവർ അതിന് മുമ്പേ അത് പാസ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അതെന്തിനാണ് നിങ്ങൾ പാസ് ചെയ്തത്? സിബിനോടും ശരണ്യോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിബിൻ പറഞ്ഞു, സാർ അത് ഇവർ ഒരു പേഴ്സണലായിട്ടൊരു റിവെഞ്ച് പോലെ പറയുന്നത് അതുകൊണ്ടിട്ടാണ്. ഓഹോ, നിങ്ങൾ അതങ്ങനെ ആരെയും പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്യുന്നില്ലേ? അവർ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന രീതിയിൽ ലാലേട്ടൻ സിബിനോട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നോറ പറയുന്നുണ്ട്. അപ്പോൾ നോറയ്ക്കൊരു സന്തോഷമായി. അപ്പോൾ നോറ പറയുന്നത്, ലാലേട്ടൻ ഞാൻ എൻ്റെ ഉള്ള കാര്യങ്ങൾ പറയാതെ ഇവരെന്നെ അടച്ചു വയ്ക്കുന്നുണ്ട്. ആദ്യത്തെ പാസ് എന്താണ്? മുഖത്ത് നോക്കി പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ സിബിനോട്, കുരങ്ങാ, നീ ഇവിടെ വന്നപ്പോൾ എന്താ പറഞ്ഞത്? നോറയുടെ നിലപാട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നീ അത് മാറ്റി പറയുന്നോടാ എന്ന രീതിയിൽ. അപ്പോൾ രണ്ടാമത്തെ പാസ് എന്താണെന്ന് ചോദിച്ചു. അത് ഈ ജാൻമണി ഉണ്ടല്ലോ, ജാൻ ചേച്ചി പറഞ്ഞ കാര്യം അത് ഞാനാണ് പറഞ്ഞ രീതിയിൽ വരുത്തി തീർത്തു. അപ്പോൾ അതെനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. പിന്നെ ഗബ്രി ഫോൾ പ്ലേ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗബ്രിയോട് ഇപ്പോൾ സ്നേഹത്തിൽ സംസാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അത് ശരണ്യ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ നോറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ നല്ലതായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. നോറയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിനുശേഷം മെലോ ഡ്രാമ റൗണ്ടിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്. ജാസ്മിനെ വിളിച്ച് ചോദിക്കുന്നു, ജാസ്മിൻ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാനുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, സാർ ഡൺ റൂമാണ് അത് നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പവർ ടീമുകാർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണെന്ന്? അപ്പോൾ അത് സിബിൻ അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ചെയ്തതിന് സായിയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്. ബ്രെഡ് കഴിച്ചു, സായിക്ക് ബ്രെഡ് ഇഷ്ടമാണല്ലേ എന്ന രീതിയിൽ. ബ്രെഡ് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ആ ഗെയിം ജയിച്ചത് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അവർക്കൊരു പവർ ടീമുകാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, ഇവർ നല്ല രീതിയിൽ ചെയ്തത് കാരണം ഒരു 1000 പോയിന്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ അത് ജിൻഡോ കൊടുക്കുന്നുണ്ട്. ജിൻഡോ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് 1000 രൂപ ഇവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഉറക്കം ഓരോ പണിഷ്മെൻറ്റ് വരുമ്പോൾ ഓരോ പോയിന്റ് നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ 1000 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജിൻഡോയ്ക്കൊരു വിഷമം പോലെ. ജിൻഡോ എന്താണ് വിഷമമില്ലാത്തത്? ജിൻഡോയ്ക്കൊരു ഹാപ്പി ഇല്ലല്ലോ, എന്താ കാര്യം, എന്താ സംഭവം ചോദിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, സാർ അത് ഒരു ചിക്കൻ നമുക്ക് ഈ 1000 രൂപ ചിക്കൻ തന്നാൽ മതി മോനെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും, ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡൺ റൂമാണ് ആ മെലോ ഡ്രാമ റൗണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് ലാലേട്ടനെ സംബന്ധിച്ച് ഞാനും അത് തന്നെ പറഞ്ഞു. ഓഡിയൻസിന് എൻ്റെ ഒരു രീതിയിൽ അവർ നന്നായി ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ അർജുൻ ജിൻ്റെ ചേട്ടാ എന്ന് വിളിച്ചിട്ട് പോയില്ലേ, ആ സംഭവങ്ങളൊക്കെ. എന്നിട്ട് നമ്മുടെ ബ്രേക്കിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഈ ആംഗ്യ ഭാഷ വാക്കുകളെക്കാളും മൂർച്ചയുള്ളതാണ്. അപ്പോൾ സഭ്യമായത്ത രീതിയിൽ ഈ ഷോ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ക്വാളിറ്റി ഇല്ലാത്തൊരു ഷോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന രീതിയിൽ നമ്മുടെ അർജുനോടും പൂജയോടും നമ്മുടെ അപ്സരയോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്സരയൊക്കെ പറഞ്ഞു, ഇല്ല സാർ അങ്ങനെ കുഴപ്പമില്ല, അപ്സര നല്ല ഷോയാണ്, നമുക്കങ്ങനെ തോന്നുന്നില്ല. അല്ല, ഇവിടെ കുറച്ച് പേര് പറയുന്നുണ്ട് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്, ക്വാളിറ്റി ഉണ്ടോ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സിബിനെ എഴുപ്പിച്ച് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന രീതിയിൽ. അപ്പോൾ സിബിൻ പറഞ്ഞു, സാർ എൻ്റെ ക്വാളിറ്റി ഞാനല്ല പറയേണ്ടത്, അത് ഞാൻ പറയാം, നിങ്ങൾ ആ സഭ്യമില്ലാത്ത വാക്ക് ഉപയോഗിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല. ജിൻഡോട് ചോദിക്കും, ജിൻഡോ ഗുസ്തി പഠിച്ചിട്ടുണ്ടോ? എന്തിനാണ് നമ്മുടെ ജാസ്മിനെ കാലേ വരെ നിലത്തടിക്കുമെന്ന് പറഞ്ഞത്? ആരുടെ പ്രേരണയിലാണ് നിങ്ങളത് പറഞ്ഞത് ചോദിക്കുന്നില്ല. അപ്പോൾ പൂജ സത്യം പറഞ്ഞു കേട്ടോ. പൂജ പറഞ്ഞാൽ അതിങ്ങനെ സിബിൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ ഓഡിയൻസ് ഇരിക്കുന്നുണ്ട്. ആ ഇത് ക്ലിപ്പിംഗ് ഒരു വീഡിയോ പോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ
നമ്മുടെ സിബിൻ ഉണ്ടല്ലോ, സിബിൻ ഇരുന്ന് പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ അവർക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. അതായത് നമ്മുടെ റസ്മിൻ വന്ന് ജിൻഡോട് പറഞ്ഞല്ലോ 2 ദിവസത്തേക്ക് ജാസ്മിൻ ഒന്ന് വെറുതെ വിടണം എന്നുള്ള രീതിയിൽ. ആ ഡിസ്കഷനെ തുടർന്നിട്ടാണ് ജിൻഡോയ്ക്ക് സിബിൻ ക്ലാസ് കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാലേ പേര് നിലത്തടിക്കുമെന്ന രീതിയിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന രീതിയിൽ കേട്ടോ. അത് കാണിച്ച സമയത്ത് എൻ്റെ പൊന്നോ, ആകപ്പാടെ സിബിന് മൊത്തത്തിൽ കിളി പറന്നു പോയി കേട്ടോ. പിന്നെ ഒന്നാ ജാസ്മിനോട് ഭാഷ കാണിച്ച് അതൊരു തെറ്റ്. അങ്ങനെ എല്ലാത്തിനും കൂടി നമ്മുടെ ജാസ്മിൻ പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു, ജാസ്മിൻ ആ ക്ഷമിക്കാനൊരു മനസ്സ് കാണിച്ചില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ഈ ഒരു പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മുടെ സിബിന് പവർ റൂമിൽ നിന്ന് പുറത്താക്കിയും ഡയറക്റ്റ് നോമിനേഷനിൽ വിട്ടു കേട്ടോ. അതിനുശേഷം നമ്മുടെ ടാസ്ക്കാണ് വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് ടാസ്ക്കാണ്. ടാസ്ക് എന്തെന്ന് വെച്ചാലും റൂമിലുള്ളവർ ഒരു ടീമിലുള്ള, പിന്നെ നെക്സ്റ്റ് ടണൽ, അതുപോലെ തന്നെ പവർ ടീമുകാർ, പിന്നെ ഡെന്നും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ റൂമിലുള്ള എല്ലാവരുടെയും ഡ്രസ്സ് എടുത്തിട്ട് 4 പേർക്ക് ഒരു ടീമിൽ നിന്ന് ഒരാൾക്ക് മത്സരിക്കാം. എന്നിട്ട് ഓടിപ്പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുക്കുക. ഇതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പവർ റൂമിനകത്ത് വന്നിട്ട് സിബിനാകെ വിഷമം. കാരണം റൂമിൽ നിന്ന് ഇറങ്ങുവാണല്ലോ. അപ്പോൾ ഋഷിയും ശരണിയും പൂജയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. സിബിൻ പറഞ്ഞു, ഇതിനെക്കാട്ട് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നതാണ് നല്ലത്, ഇത്രയും നാണം കെട്ട്. സിബിന് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി കേട്ടോ. പക്ഷേ സിബിനെ ഇവിടെ ഇങ്ങനെ കാണിച്ചു ഇവരൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ ഇത് ചോദിക്കുമായിരിക്കും ലാലേട്ടൻ. ജയിലിൽ വെച്ച് ജാസ്മിൻ ഗബ്രിയെ ഹഗ് ചെയ്യുന്നതും ആ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, റസ്മിനെ എടുത്ത് എന്താ പറയുക പനീർ കറി കൊണ്ടു കൊടുക്കുന്നത്, അതൊക്കെ ചിലപ്പോൾ നാളെ ചോദിക്കുമായിരിക്കും. എന്തായാലും ഇന്ന് ഇവിടുത്തെ ഗെയിം നടക്കുകയാണ്. ഓരോരുത്തർ ഡ്രസ്സ് ഓടിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്, എടുത്തിടുന്ന ഡ്രസ്സ് എന്ന് വെച്ചാൽ എത്രത്തോളം ഡ്രസ്സ് ആരാണ് ആദ്യം കൂടുതൽ ഇടുന്നത്, ആ ബസർ അടിക്കുന്ന സമയത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ആരാണ് ഇടുന്നത് അവർ ജയിക്കും എന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ നമ്മുടെ നോറയാണ് എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല കേട്ടോ. നോറ ഒരു സ്ലിം കൂടിയാണല്ലോ. അപ്പോൾ അത് കാരണം നോറയാണെങ്കിൽ 37 ഡ്രസ്സാണ് നോറ ഇട്ടിരിക്കുന്നത്. നോറയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് നെക്സ്റ്റ് ടീമാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ആ സമയത്ത് ഒരു ഗിഫ്റ്റ് നമ്മുടെ ശ്രീതു നമ്മുടെ സ്റ്റോർ റൂമിൽ പോയി എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ലാലേട്ടൻ്റെ ഒരു ഒപ്പിട്ട ഒരു ടീഷർട്ടാണ്. ഈ സമയം ഋഷിക്ക് ഒരു വിഷമം, എന്താ മോനെ വിഷമം എന്ന് ചോദിക്കുന്നുണ്ട്. സാർ അത് ഇതിനെക്കാട്ട് തെറ്റ് ചെയ്തവരുണ്ട്. അതെന്താ, ഞാൻ അതിന് നിങ്ങൾ ചെയ്ത് നല്ല പ്രവൃത്തിക്ക് 1000 പോയിന്റ് തന്നില്ലേ? അപ്പം നിങ്ങൾ കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാതെ വരാനുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കും എന്ന രീതിയിൽ സിബിന് വിഷമം. കാരണം റൂമിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ടല്ലോ, ആ ഒരു വിഷമം. അപ്പോഴേ ശ്രീതു സ്റ്റോർ റൂമിൽ നിന്ന് ടീഷർട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ നോറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നോറയ്ക്ക് മാത്രമല്ല, ആ ബാക്കിയുള്ള 4 പേരും ഉണ്ടല്ലോ ടീമിന് മൊത്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോറ പറഞ്ഞു, സാർ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് സാർ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയത്, താങ്ക് യു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ലല്ലോ നോറയ്ക്ക്, നിങ്ങളൊരു ഗ്രൂപ്പിലാണ് ഞാൻ ഒപ്പിട്ട് തന്നിരിക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടി അത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ എവിക്ഷൻ പ്രക്രിയയാണ് കേട്ടോ. അപ്പോൾ എവിക്ഷനിൽ വന്നിട്ടുള്ള എല്ലാവരും എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിങ് ഉണ്ട്. അതായത് 4 പേരടങ്ങുന്ന പേര് ആക്ടിവിറ്റി ഏരിയയിൽ പോകുക. അതിനുശേഷം എന്ന് പറയുമ്പോൾ പച്ച ലൈറ്റും ചുവന്ന ലൈറ്റുമുണ്ട്. അപ്പോൾ ഈ 4 പേർ ആദ്യം പോയിരിക്കുന്ന സമയത്ത് ആരുടെ നേർക്കാണോ, ആരുടെ തലയ്ക്ക് നേരെയാണോ ഈ പച്ച ലൈറ്റ് അടിക്കുന്നത് അവർ സേഫായി അടുത്ത ആളെ കൊണ്ടുവരണം. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ സേഫ് ആയിരിക്കുന്നത് വേറെ ആരുമല്ല, നോറയാണ്. നോറ സേഫായി നല്ല സന്തോഷത്തിൽ തുള്ളിച്ചാടി അങ്ങ് ഹൗസിനകത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ റസ്മിനും നോറയും ഭയങ്കര കൂട്ടാണല്ലോ. അപ്പോൾ അവർ പോയി കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം പങ്കുവെച്ചു. അതിനുശേഷം നോറ വന്നപ്പോൾ പോകുന്നത് അഭിഷേക് ശ്രീകുമാറാണ് കേട്ടോ. അഭിഷേക് ശ്രീകുമാർ പോയി. അഭിഷേക് ശ്രീകുമാർ എന്ന് വെച്ചാൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ്, എനിക്കറിയാം അഭിഷേക് ശ്രീകുമാർ എന്തായാലും ഔട്ട് ആവില്ലെന്നറിയാം. അങ്ങനെ അഭിഷേക് ശ്രീകുമാർ വന്നു. അതിനുശേഷം ഋഷിയുടെ നേർക്കാണ് കേട്ടോ പച്ച ലൈറ്റ് കത്തുന്നത്. അങ്ങനെ ഓരോരുത്തർ ഋഷി സേഫ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീതു സേവായ സമയത്ത് നമ്മുടെ അർജുൻ്റെ സന്തോഷം കാണണമായിരുന്നു കേട്ടോ. അങ്ങനെ അർജുന സന്തോഷം കണ്ടു. അതിനുശേഷം 3 പേര് അവശേഷിച്ചു. 7 പേര് എവിക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അൻസിബയും ജിൻഡോയും ജാൻമണിയാണ് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജിൻഡോ സേവ് ആയിട്ടുണ്ട്. പക്ഷേ ജിൻ സേവായി ജാൻ ഇവിടെ ഔട്ടായിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ പൊന്നോ, ജാൻമണി ഭയങ്കര കരച്ചിലായിരുന്നു. യഥാർത്ഥം ഇവിടെ എല്ലാവരും ഒത്തിരി ഇങ്ങനെ റീൽസൊക്കെ എനിക്ക് വീട്ടിൽ പോകണം എന്ന രീതിയിൽ. ആക്ച്വലി ഒരു കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പെണ്ണ് എങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത് ആ ഒരു രീതിയിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നി കേട്ടോ. അൻസിബ അങ്ങ് പൊട്ടിക്കരയിലായിരുന്നു കേട്ടോ. അൻസിബയും അതുപോലെ ജാൻമണി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും എന്താ വെച്ചാൽ ജിൻഡോയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, സങ്കടം സഹിക്കാൻ പറ്റില്ല. ശ്രീരേഖയും നോറയ്ക്ക് അത്ര വിഷമമൊന്നുമില്ല. പക്ഷേ എന്താ പറയേണ്ടത്, ഇവിടെ അതിനുള്ള പ്രസക്തിയില്ല. ഇവിടെ ഓരോ ആഴ്ചയും പ്രേക്ഷകരുടെ വിധിപ്രകാരം തന്നെയാണ് ആൾക്കാർ അവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നവർ അവിടെ നിൽക്കും, അല്ലാത്തവർ അങ്ങോട്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യമേ ജാൻമണി പോകേണ്ടത്, കാരണം ജാൻമണി നല്ലൊരു ഗെയിമറായിരുന്നു, മര്യാദയ്ക്ക് ഗെയിം കളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ നോറയോട് ചുമ്മാ ആവശ്യമില്ല ശാപവാക്കുകളും അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം തന്നെ ആയിരിക്കും ഓഡിയൻസ് ഇഷ്ടപ്പെടാത്തത്. എന്തായാലും ഈ ഒരാഴ്ച നന്നായിട്ട് മിണ്ടാതൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിൽമയുടെ
സ്നേഹോപഹാരമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കണ്ടോ നമ്മൾ ആങ്ങളമാർ കല്യാണ പെണ്ണിനെ പിടിച്ച് അങ്ങോട്ട് പുറത്തേക്ക് അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിടുമല്ലോ എന്നുള്ള ആ ഒരു ഇതുപോലെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ ജിൻഡോ ജാനുമണി യാത്ര ആക്കുന്നുണ്ട്. ആ സമയം ജിൻഡോ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് പറ്റുന്നില്ലടാ, ഞാൻ ഡൗൺ ആയിപ്പോയി, എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ ജിൻഡോയുടെ അഭിഷേക് ശ്രീകുമാർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് വെള്ളം കുടിക്കുക. അപ്പോൾ സായി വന്നൊക്കെ ആശ്വസിപ്പിക്കും. ഇവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അടുത്ത ചിലപ്പോൾ നമ്മളായിരിക്കും പോകുന്നത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോകും. ഇറ്റ്സ് എ ഗെയിം. ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആഴ്ചയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും പിന്നെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടും ഇതുള്ളവർ മാത്രമേ ഇവിടെ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ ജാൻമണി ലാലേട്ടനെ കാണാൻ വേണ്ടി വന്നു. കരഞ്ഞുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു, എന്താണ് എല്ലാവരും ഇവിടെ ഓരോരുത്തർ വരേണ്ടത്. അവസാനം ഒരാൾ വിളിച്ചു ജാൻമണിക്ക് ഒരു വിഷ്വൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചുങ്ങൾ ചെയ്ത റീൽസ് ഉണ്ടല്ലോ, എനിക്ക് പോകണം, എനിക്കിവിടെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാമോ 2006 മുതൽ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത്, ഞാൻ അവളെ മീഡിയയുടെ മുന്നിൽ വലിച്ച് ഞാൻ എറിയും എന്ന രീതിയിലൊക്കെ ജാൻമണിയുടെ ഭയങ്കര റീൽസ് വൈറലാണല്ലോ. അപ്പോൾ അതൊക്കെ ക്ലാപ്പ് ചെയ്ത് കാണിച്ചു. ജാൻമണിക്ക് ഒരു ചിരിയും വരുന്നുണ്ട്, പക്ഷേ ഉള്ളിനകത്ത് ഭയങ്കര വിഷമമുണ്ട്. എന്നിട്ട് ജാൻമണി ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വന്ന രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു രാജ്ഞിയെ പോലെ ഞാൻ അവിടെ വാഴും, രാജ്ഞിയെ പോലെ ആയിരിക്കും എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും ഔട്ടായിരിക്കുകയാണ്. അങ്ങനെ പിന്നെ വീണ്ടും ഹൗസിലുള്ള ആൾക്കാരെ കണ്ടു. അപ്പോൾ ഋഷിയൊക്കെ പറഞ്ഞു, ചേച്ചി എന്തിനാണ് ജാൻമണി ചേച്ചി കുഴപ്പമില്ല, ടെൻഷൻ ആവണ്ട, നമ്മൾക്കെല്ലാം അവിടെ കൊച്ചിയിൽ വരും, നമുക്ക് വന്ന് അടിച്ചു പൊളിക്കാവുന്ന രീതിയിൽ അവിടെയും കരച്ചിൽ തന്നെയാണ്. ജാൻമണി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഔട്ടാവുമെന്ന രീതിയിൽ. പക്ഷേ എന്ത് ചെയ്യാൻ, അൺഫോർച്ചുനേറ്റ്ലി ജാൻമണി ഇന്നത്തെ വീട്ടിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. നാളെ എവിക്ഷൻ ഉണ്ടാകുമെന്ന് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജാൻമണി പവർ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പവർ ബാഡ്ജ് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ശ്രീരേഖയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പവർ ബാഡ്ജ് നമ്മുടെ ശ്രീരേഖയ്ക്കാണ് നമ്മുടെ ജാൻമണി കൊടുത്ത് നിറ കണ്ണുകളോടെ ജാൻമണി പോയിരിക്കുകയാണ്. വെൽഡൺ, നല്ല കുറേ കണ്ടൻറ്റുകൾ ആൾക്കാർക്ക് ചിരിക്കാനും റീൽസൊക്കെ ചെയ്യാനുള്ള അവസരം ജാൻമണി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ ജാൻമണി, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പോയിട്ട് എപ്പിസോഡിലെല്ലാം കാണുക. അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, അപ്പോൾ ഈ എവിക്ഷൻ പ്രക്രിയ നാളെയും തുടരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങളുടെ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി വരാം, നമുക്ക് നാളെ കാണാം എന്ന രീതിയിൽ അവരുടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ലാലേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് നടന്നിരിക്കുന്ന കേട്ടോ. ഒരു എവിക്ഷൻ വന്നിട്ടുണ്ട്. സിബിനെ പവർ ടീമിൽ നിന്നും പുറത്താക്കിയും ഡയറക്റ്റ് നോമിനേഷനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളത്തെ റിവ്യൂമായി കാണാം. അതുവരെ ബൈ ബൈ.